CPM സംസ്ഥാന സമ്മേളനം അവസാനിച്ചതോടെ ഒരു കാര്യം ഏതാണ്ട് വ്യക്തമായി, പിണറായി യുഗമാണ് ഇനിയും അങ്ങോട്ട്. അപ്പോൾ ചൈനയും കൊറിയയും പോലെ കേരളവും ഒരു ഏകാധിപത്യത്തിലേക്കാണ്. സാറിന് എന്താണ് തോന്നുന്നത്? കമ്മ്യൂണിസ്റ്റ് ഭരണം 54 രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്നു. പക്ഷെ ഇന്ന് ഏതാണ്ട് 3-4 രാജ്യങ്ങളിൽ മാത്രമായി അവശേഷിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കമ്മ്യൂണിസം അന്ന് മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തായിരുന്നോ അതിൽ നിന്ന് വ്യത്യസ്തമായ മുതലാളിത്ത പാതയിലേക്ക് കമ്മ്യൂണിസം മാറി എന്നുള്ളതാണ്. മുതലാളിത്തവും ഏകാധിപത്യവും ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ശൈലിയാണ് ഇന്ന് കാണുന്ന കമ്മ്യൂണിസം. ഇപ്പോ നമ്മൾ ചൈന നിരീക്ഷിക്കുകയാണെങ്കിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്ന് പറയുന്ന വ്യക്തി ജീവിതാവസാന കാലഘട്ടം വരെ ചൈനീസ് പ്രസിഡന്റ് ആയിരിക്കും, പാർട്ടി പ്രസിഡന്റ് ആയിരിക്കും, പട്ടാള മേധാവി ആയിരിക്കും. ഈ 3 കാര്യങ്ങളും ഭരണഘടന തിരുത്തിക്കൊണ്ട് ചൈനയിൽ എഴുതി വെച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ചൈനയിൽ ഒരു തിരഞ്ഞെടുപ്പിന്റെ പ്രസക്തിയില്ല. ജനാധിപത്യം എന്ന് പറയുന്നത് അസ്തമിച്ചിരിക്കുന്നു. ഏകാധിപത്യവും മുതലാളിത്തവും കൂടി ഒന്നിച്ചു ചേരുന്ന ഒരു വിചിത്രമായ ഭരണ സംവിധാനമായി ചൈന മാറി. അപ്പോൾ അതാണ് ഷീ ജിൻപിങ് അവിടെ നടപ്പാക്കുന്നത്. ഇനി ഉത്തര കൊറിയയിലേക്ക് വരികയാണെങ്കിൽ അവിടെ കിങ് ജോങ് ഉൻ എന്ന് പറയുന്ന ഒരു ഏകാധിപത്യമാണ് അവിടെ ഭരിക്കുന്നത്. അവിടെ കമ്മ്യൂണിസം ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഏകാധിപത്യവും മുതലാളിത്തവും അവിടെയും പിടിമുറുക്കിയിരിക്കുകയാണ്. പാർട്ടി ഒരാളുടെ കയ്യിലാണ്, ഗവൺമെന്റ് അതേ ആളിന്റെ കയ്യിലാണ്, പട്ടാളവും അയാളുടെ കീഴിലാണ്. അപ്പൊ പാർട്ടിയും ഭരണവും പട്ടാളവും ഒരേ ആളിന്റെ കയ്യിൽ കൊണ്ടുവരുന്ന ഈ ഭരണ സംവിധാനം കേരളത്തിലും ഈ സംസ്ഥാന സമ്മേളനത്തോടു കൂടി നടപ്പാക്കി എന്നുള്ളതാണ് സത്യം. ഇനിയിപ്പം പിണറായി വിജയന്റെ പേര് മാറ്റുമോ എന്നുള്ളതും കൂടെ നമ്മൾ നിരീക്ഷിച്ചാൽ മതി. ചിലപ്പോ പിൻ വിൻ കോൻ എന്നൊക്കെ പേര് മാറ്റാൻ സാധിക്കും. പിണറായിയുടെ പിന്നും വിജയന്റെ വിന്നും കോരന്റെ കോനും കൂടി എടുത്താൽ പിൻ വിൻ കോൻ എന്നും കൂടി ആയാൽ ചൈന, കൊറിയ, കേരളം ഏതാണ്ട് ഒരുപോലെയായി. അപ്പോൾ പാർട്ടി ഒരാളുടെ കയ്യിലായി, ഭരണം ഒരാളുടെ കയ്യിലായി, പോലീസും അയാളുടെ കയ്യിൽ തന്നെയായി. ഇവിടെ പട്ടാളം ഇല്ലാത്തതുകൊണ്ട് പോലീസ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഏകാധിപത്യത്തിലേക്ക് ഒരു ഭരണ സംവിധാനത്തെ കൊണ്ടുവരുമ്പോൾ അവിടെ മുതലാളിത്തം എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് ഇവിടെ ഇന്നലെ വരെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നു, കുത്തക മുതലാളിത്തത്തിന് അടിയറ വയ്ക്കുന്നു എന്ന് പറഞ്ഞ് കേന്ദ്രവിരുദ്ധ സമരം നടത്തിയ പാർട്ടി ഇപ്പോൾ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാൻ പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നു. യാതൊരു എതിരഭിപ്രായവും ഉണ്ടായില്ല. ഓർക്കണം, ഷീ ജിൻപിങ് ചൈനയിൽ ഈ തീരുമാനം കൊണ്ടുവന്നപ്പോൾ 6 പേര് പാർട്ടിയിൽ എതിർത്തു. ചിലര് വാക്കൌട്ട് നടത്തി, ചിലര് എതിർത്ത് വോട്ട് ചെയ്തു, ചിലര് വോട്ട് അസാധുവാക്കി. ചൈനയിൽ നടന്ന കാര്യമാണ്. പക്ഷെ കേരളത്തിൽ കമാന്നൊരക്ഷരം മിണ്ടിയില്ല, ഒരാൾ പോലും എതിർത്തില്ല. ഇപ്പോ കോന്നിയിലെ പത്മകുമാർ എതിർക്കുന്നു എന്ന് പറഞ്ഞത് എന്നെ വെക്കുന്നതിന് പകരം മറ്റേ ആരോഗ്യമന്ത്രിയെ വെച്ചു, വീണ ജോർജിനെ കൊണ്ടുവന്നു എന്നൊരു ആരോപണം അല്ലാതെ പാർട്ടിയുടെക്കെതിരെയോ പിണറായിക്കെതിരെയോ ഉള്ള നയപരമായ യാതൊരു എതിർപ്പും അദ്ദേഹവും പ്രകടിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI ബ്രാക്കറ്റിലെ M എന്നുള്ളത് മുതലാളിത്തം എന്ന് മാറ്റി വായിക്കേണ്ടിയിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മുതലാളിത്തം. ഈ അവസ്ഥയിലേക്ക് പാർട്ടിയെ പരിവർത്തനപ്പെടുത്താൻ പിണറായി വിജയന് യാതൊരു ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്നില്ല. ഒരു ബുദ്ധിമുട്ടും, ഒരു എതിർപ്പും ഉണ്ടായില്ല. അപ്പൊ മുതലാളിത്തത്തിന് പരിപൂർണമായി കീഴടങ്ങിക്കൊണ്ട് സ്വകാര്യ സംരംഭകർക്കും സ്വകാര്യവൽക്കരണത്തിനും പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിട്ടുകൊടുക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. പാർട്ടി തീരുമാനിച്ചാൽ പിന്നെ ഗവൺമെന്റ് തീരുമാനിച്ചു. ഇതൊക്കെ എവിടുന്നാണ് ആരംഭിക്കുന്നത്? ഒറ്റ വ്യക്തിയിൽ നിന്നാണ്, പിണറായി വിജയനിൽ നിന്നാണ്. അപ്പൊ പിണറായി വിജയൻ കൊറിയയിലെ പോലെ ചൈനയിലെ പോലെ ഏകാധിപതിയായിരിക്കുന്നു. ചൈനയിലും കൊറിയയിലും സംഭവിച്ചതുപോലെ മുതലാളിത്തം പിടിമുറുക്കിയിരിക്കുന്നു, ജനാധിപത്യം അസ്തമിച്ചിരിക്കുന്നു. പാർട്ടി എന്നുള്ളത് ഒരു വ്യക്തിയായി മാത്രം മാറിയിരിക്കുന്നു. അയാൾക്ക് ജീവിതാവസാന കാലം വരെ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേറൊരാൾ നോക്കണ്ട. പിണറായി വിജയൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കും. പിണറായി വിജയൻ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ പിണറായി വിജയൻ പാർട്ടിയുടെ അധികാരിയായിരിക്കും. നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ. ഇനി ഒരു പോളിറ്റ് ബ്യൂറോയും ഇല്ല. ഇത്തവണ സമ്മേളനം നടത്തപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോ, പശ്ചിമ ബംഗാളിൽ നിന്ന് ആരും വന്നിട്ടില്ല, ത്രിപുരയിൽ നിന്ന് ആരും വന്നിട്ടില്ല, വരാൻ അവിടെ പാർട്ടിയില്ല. പഞ്ചാബിൽ നിന്ന് ആരും വന്നിട്ടില്ല. മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഒരാളെയും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. കാരണം പാർട്ടി കേരളത്തിൽ ഒതുങ്ങിയിരിക്കുന്നു. മുസ്ലിം ലീഗ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പോലെയാണ്. പാണക്കാട്ടാണ് ആസ്ഥാനം, പാണക്കാട്ടാണ് കമ്മിറ്റി, പേര് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പോലെ കണ്ണൂരാണ് പാർട്ടി, കണ്ണൂരാണ് ആസ്ഥാനം, പിണറായിയാണ് നേതാവ്, പേര്
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ പോക്കറ്റിലേക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒതുങ്ങി എന്നുള്ളതാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൽ അടിവരയിട്ട് വ്യക്തമാക്കിയ ഒരു കാര്യം. പിന്നെ ഇറാൻ മൂളികളല്ലാത്ത ഒരു വ്യക്തി പോലും, നട്ടലുള്ള ആർജവമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ ഈ കേരള സംസ്ഥാനത്ത് ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ്. ഒരു വ്യക്തി പോലും വാക്കൗട്ട് നടത്തിയില്ല, ഒരാൾ പോലും എതിരായിട്ട് വോട്ട് ചെയ്തില്ല, ഒരാൾ പോലും ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധ കുറിപ്പ് ഇറക്കിയില്ല. സമ്മേളനം കഴിഞ്ഞു, ഇന്നിപ്പോ ഒരു ദിവസമായി, ആരുടെയും പ്രതിഷേധമില്ല. കാരണം പ്രതിഷേധിച്ചാൽ അയാൾ പാർട്ടിയിലുണ്ടാവില്ല, അയാൾ നാട്ടിലുണ്ടാവില്ല, അയാൾ ജീവനോടെ ഉണ്ടാവില്ല. അതാണ് ഏകാധിപത്യം. അപ്പൊ പിണറായിയുടെ ഏകാധിപത്യത്തിൽ പാർട്ടി അമർന്നിരിക്കുന്നു, ഏകാധിപത്യം മുതലാളിപത്യത്തിന് കീഴടങ്ങിയിരിക്കുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മുതലാളിത്തം എന്ന് തിരുത്തി എഴുതിയ സംസ്ഥാന സമ്മേളനമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അപ്പൊ ആ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. അപ്പോൾ മൂന്നാമത് മുഖ്യമന്ത്രി ആകുമ്പോൾ അല്ലെങ്കിൽ ആകുമ്പോൾ പിണറായി എന്തായിരിക്കും ചെയ്യുക? പിണറായി മൂന്നാമതോ നാലാമതോ ഒക്കെ മുഖ്യമന്ത്രി ആവാനുള്ള സാഹചര്യമാണ് അദ്ദേഹം ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. അതായത് പ്രതിപക്ഷം എന്ന് പറയുന്ന UDF ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയാണ്. അപ്പൊ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയായ CPM മറ്റു പാർട്ടികളുടെ മുമ്പിൽ വെക്കുന്ന ഒരേ ഒരു അപേക്ഷ ഇതായിരിക്കും: ഞങ്ങൾക്ക് ഒരു സ്റ്റേറ്റിലെങ്കിലും അധികാരത്തിൽ തുടരാൻ അവസരം തരണം, ബാക്കി എല്ലാ സ്റ്റേറ്റിലും ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കാം. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് കേരളം CPM-ന് വിട്ടുകൊടുക്കേണ്ടി വരും. കാരണം മറ്റൊരു സംസ്ഥാനത്തും CPM അധികാരം ചോദിക്കാത്തത് കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഇത് കൊടുക്കേണ്ടി വരും. മറ്റെല്ലാ ഘടകകക്ഷികൾക്കും അതനുസരിക്കേണ്ടിയും വരും. അതുകൊണ്ട് പിണറായി വിജയൻ മൂന്നാമതും നാലാമതും അഞ്ചാമതും ഒക്കെ മുഖ്യമന്ത്രിയായി ഇനി അഥവാ പിണറായി വിജയന്റെ മൃതശരീരത്തെ മുഖ്യമന്ത്രിയാക്കാൻ പോലും മടിക്കാത്ത രീതിയിൽ ചിലപ്പോൾ പാർട്ടി ഭരണഘടന തിരുത്തി എഴുതാനും സാധ്യതയുണ്ട്. ഇപ്പോ പണ്ട് ലെനിന്റെ ശവശരീരം ഉപ്പിലിട്ട് സൂക്ഷിച്ച് ക്രെംലിനിൽ കാഴ്ചയ്ക്ക് വെച്ചു എന്ന് പറഞ്ഞ പോലെ പിണറായി വിജയൻ മരിച്ചാലും മുഖ്യമന്ത്രിയാകാനുള്ള, മൃതശരീരം വെച്ച് മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനം എടുക്കാൻ മടിക്കാത്ത പാർട്ടിയാണ് ഇപ്പോഴത്തെ പാർട്ടി എന്നാണ് വ്യക്തമായിരിക്കുന്നത്. അതിന് കൂട്ടുനിൽക്കാൻ കോൺഗ്രസ് ഒരുക്കമാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.